കളമൊരുക്കി കൊടുക്കുക. അങ്ങനെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെയും മറ്റ് സാമ്രാജ്യത്വ ശക്തികളുടെയും ഇച്ഛാനുസരണം പ്രവർത്തിക്കുന്ന പാവ ഗവൺമെന്റുകളെ അവരോധിക്കുക. ഇങ്ങനെ ഒരു പ്രക്രിയ നമ്മുടെ ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. യാതൊരു ന്യായവും പറയാതെ ഇറാന്റെ മേൽ ഉന്നയിച്ചത് ഇറാൻ ഇസ്രായേലിന് ഭീഷണിയാണ് എന്നുള്ള കാര്യമാണ്. ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഇറാൻ ഭീഷണിയാണത്രേ. അതുകൊണ്ട് ഇറാനെ വകവരുത്തേണ്ടതുണ്ട്. ഇതാണ് ന്യായം. നമ്മൾ നാളെ ചൈന നമുക്ക് ഭീഷണിയാണ്, അതുകൊണ്ട് ചൈനയിലെ മുഴുവൻ ആയുധങ്ങളും ചൈന ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതിനെന്ത് ന്യായമാണുള്ളത്? അതല്ലെങ്കിൽ നാളെ പാകിസ്ഥാൻ അയൽ രാജ്യമായ ഇന്ത്യ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ്, ഇത് പാകിസ്ഥാന്റെ നിലനിൽപ്പിന് ഭീഷണിയാണ്, അതുകൊണ്ട് ഇന്ത്യ ആയുധങ്ങളെല്ലാം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ന്യായമുണ്ടോ? അത് ഈ ലോകത്ത് നടപ്പിലാവുന്ന കാര്യമാണോ? പക്ഷേ ഇസ്രായേലിന്റെ സുരക്ഷയെ കരുതി ഏത് രാജ്യത്തെയും ആക്രമിക്കാം എന്ന സ്ഥിതി വന്നിരിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും ചേർന്നുള്ള ഒരു അച്ചുതണ്ടാണ് ഈ ആക്രമണങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് യമന്റെ മേലാകാം, ലെബനന്റെ മേലാകാം, ജോർദാന്റെ മേലാകാം, അതല്ലെങ്കിൽ ഇറാന്റെയോ ഇറാഖിന്റെയോ മേലാകാം. അഫ്ഗാനിസ്ഥാനിലെ സാമ്രാജ്യത്തെ ഇടപെടൽ നമ്മൾ കണ്ടു. അമേരിക്കയുടെ താല്പര്യാർത്ഥമുള്ള ഒരു ഗവൺമെന്റിനെ അവരോധിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു അതിന്റെ പിന്നിൽ. ഇന്ന് അമേരിക്കയിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയാണ്. ഈ യുദ്ധം കൊണ്ട് നഷ്ടം അമേരിക്കയ്ക്ക് മാത്രമായിരിക്കും എന്നാണ് അമേരിക്കക്കാർ വിളിച്ചു പറയുന്നത്. കാരണം അമേരിക്ക പല രാജ്യങ്ങളിലും ഇടപെട്ട് അധിനിവേശങ്ങൾ നടത്തി അവിടെയൊക്കെ പാവ സർക്കാരിനെ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചിട്ട് ഇറാഖിൽ അത് പരാജയപ്പെട്ടു, അഫ്ഗാനിസ്ഥാനിൽ അത് ദയനീയമായി പരാജയപ്പെട്ടു. ഇപ്പോഴിതാ ഇറാനിലും അത് പരാജയപ്പെടാൻ പോവുകയാണ്. കാരണം ഇറാൻ മുട്ടുമടക്കില്ലെന്ന്. എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായാലും ശരി, അമേരിക്കയുടെ ഈ അധിനിവേശത്തെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് ഇറാൻ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. ഇന്ന് എന്തുകൊണ്ട് ലോകത്ത് ഈ ഇത്തരം ഒരു സാഹചര്യമുണ്ടായി എന്ന കാര്യം കൂടി നമ്മൾ പരിശോധിക്കണം. ഒരിക്കൽ ഈജിപ്റ്റ് സൂയസ് കനാൽ ദേശസാൽക്കരിച്ചപ്പോൾ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ഈജിപ്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. അന്ന് സോവിയറ്റ് യൂണിയൻ നിലനിൽക്കുന്ന സമയമാണ്. സോവിയറ്റ് യൂണിയൻ പറഞ്ഞു, ഈജിപ്തിനെ ആക്രമിച്ചാൽ പ്രത്യാക്രമണം നടത്തും എന്ന് പ്രഖ്യാപിച്ചു. പാരീസിലും ലണ്ടനിലും ബോംബ് വർഷിക്കുമെന്ന് ആർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ അന്ന് സോവിയറ്റ് യൂണിയൻ പ്രഖ്യാപിക്കുകയുണ്ടായി. സോവിയറ്റ് യൂണിയൻ നിലനിന്നിരുന്ന കാലത്ത് ഏകപക്ഷീയമായി ഇത്തരം ആക്രമണങ്ങൾ അഴിച്ചുവിടുവാൻ അമേരിക്ക അടക്കമുള്ള സാമ്രാജ്യത്വ ശക്തികൾക്ക് കഴിയുമായിരുന്നില്ല. ലോക സംഭവഗതികളെ നിർണയിക്കുന്നതിൽ സാമ്രാജ്യത്വത്തോടൊപ്പം സോഷ്യലിസ്റ്റ് ചേരിക്കും നിർണായകമായ പങ്കുണ്ടായിരുന്നു അന്ന്. ഇന്ന് സോഷ്യലിസ്റ്റ് ചേരി തകർക്കപ്പെട്ടിരിക്കുന്നു. ആഭ്യന്തരമായ കുത്തിത്തിരിപ്പുകളും പുറമേ നിന്നുള്ള ഇടപെടലുകളും നടത്തി സോവിയറ്റ് യൂണിയൻ അടക്കമുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ അട്ടിമറി നടത്തിക്കൊണ്ട് സോഷ്യലിസ്റ്റ് ചേരി നിലവിലില്ല എന്നൊരു സാഹചര്യം സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ്. അങ്ങനെ സാമ്രാജ്യത്വ ശക്തികൾക്ക് അവരുടെ താൽപര്യാർത്ഥം ഏതു രാജ്യത്തിന്റെ മേലും യുദ്ധം അഴിച്ചുവിടാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു. ഏത് രാജ്യത്തിന്റെയും പരമാധികാരത്തെ ചോദ്യം ചെയ്യുവാനും ചവിട്ടിമെതിക്കുവാനും അമേരിക്ക അടക്കമുള്ള സാമ്രാജ്യത്വ ശക്തികൾക്ക് ഇന്ന് യാതൊരു മടിയുമില്ല എന്നായിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സോഷ്യലിസ്റ്റ് ചേരിയുടെ തകർച്ചയിൽ അറിഞ്ഞോ അറിയാതെയോ ആനന്ദിച്ച് ആഹ്ലാദിച്ച ആളുകൾ നമ്മുടെ നാട്ടിലും ഉണ്ടാകും. ലോകത്തെ പല പത്രങ്ങളും അത് സോവിയറ്റ് യൂണിയനിൽ സമാധാനം സ്ഥാപിക്കലാണെന്ന്, ജനാധിപത്യം പുനഃസ്ഥാപിക്കലാണെന്ന്
അന്ന് വീമ്പിളക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു, സോവിയറ്റ് യൂണിയന്റെയും സോഷ്യലിസ്റ്റ് ചേരിയുടെയും തിരോധാനം ലോകത്ത് അശാന്തി പടർത്തിയിരിക്കുകയാണ്. ലോകമെമ്പാടും സാമ്രാജ്യത്വ ശക്തികൾ അധിനിവേശങ്ങളും യുദ്ധങ്ങളും അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു. സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി രാജ്യങ്ങളെ ശ്വാസം മുട്ടിച്ച് വരുതിയിലാക്കാനുള്ള ഹീനമായ ശ്രമങ്ങൾ ലോകത്ത് നടക്കുന്നു. അതുകൊണ്ട് സമാധാന പ്രേമികളായ ആളുകൾ ഈ അതിക്രമങ്ങൾക്കെതിരെ തെരുവിലിറങ്ങേണ്ടതുണ്ട്. വളരെ ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ രാജ്യത്തിന്റെ അധികാരം കൈയാളുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തിന് കളങ്കമേൽപ്പിക്കുന്ന നിലപാടാണ് എടുക്കുന്നത്. നമ്മൾ കണ്ടു, യുദ്ധം പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ടു മുമ്പേ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശനം നടത്തിക്കൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി സഹോദരനാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സഹോദരനാണ് എന്ന് പരസ്പരം പ്രഖ്യാപിച്ച് ഇസ്രായേലിന്റെ കിരാത നടപടികൾക്ക് ഈ രാജ്യത്തിന്റെ പിന്തുണ ഉറപ്പാക്കി കൊടുക്കുന്ന ഒരു ഹീനമായ കാഴ്ച നമ്മൾ കണ്ടു. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സ്നേഹികളായ സമാധാന കാംക്ഷികളായ ആളുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സുദീർഘമായ ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ പാരമ്പര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഇന്ത്യ ഒരു ചേരിയോടും ചേരാതെ സാമ്രാജ്യത്വ ചേരിയോടോ അന്ന് നിലവിലുണ്ടായിരുന്ന സോഷ്യലിസ്റ്റ് ചേരിയോടോ ചങ്ങാത്തം സ്ഥാപിക്കാതെ സ്വതന്ത്രമായ നിലപാടെടുത്തു. അത്തരമൊരു നിലപാടിന് പിന്നിൽ രാജ്യത്തെ മുതലാളി വർഗത്തിന്റെ താല്പര്യങ്ങൾ അന്തർലീനമായിട്ടുണ്ടാകാം. പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മുതലാളിത്ത രാജ്യമെന്ന നിലയിൽ ഇന്ത്യ അന്ന് സാമ്രാജ്യത്വ ചേരിയോട് ഒട്ടി നിന്നിരുന്നെങ്കിൽ അത് ഈ രാജ്യത്തിന് വലിയ കളങ്കമായി മാറുമായിരുന്നു. അതേതായാലും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല, സോഷ്യലിസ്റ്റ് ചേരിയുമായി നല്ല സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് രാജ്യത്തെ വികസന പ്രവർത്തനങ്ങൾക്ക്, രാജ്യ പുരോഗതിക്ക് വേണ്ടി നിർലോഭം സോവിയറ്റ് യൂണിയനിൽ നിന്ന് സഹായങ്ങൾ സ്വീകരിക്കുന്ന ഒരു നിലയിൽ ഇന്ത്യ മാറുകയുണ്ടായി. എന്നാൽ ക്രമേണ നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ചും BJP അധികാരത്തിൽ വന്നതിന് ശേഷം ആ ചേരിചേരായ്മയെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യ സാമ്രാജ്യത്വ ചേരിയോട്, സാമ്രാജ്യത്വ കഴുകന്മാരോട് ഒട്ടി നിൽക്കുകയും അവരുമായി പലതരത്തിലുള്ള സഖ്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത് നമ്മുടെ രാജ്യത്തിന് നാണക്കേടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിലേറെ നമ്മുടെ രാജ്യം സമാധാനത്തിനെതിരായ ചേരിയിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. ഇത് വളരെ ആശങ്ക ഉണർത്തുന്ന ഒരു സാഹചര്യമാണ്. അടുത്തിടെയാണ് അമേരിക്കയുമായി ഒരു വ്യാപാര കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചത്. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അറിഞ്ഞില്ല. അറിഞ്ഞത് ട്രംപിന്റെ സോഷ്യൽ മീഡിയ കുറിപ്പിൽ നിന്നാണെന്ന് മനസ്സിലാക്കണം. ഈ രാജ്യമെടുക്കുന്ന നടപടികൾ ഈ രാജ്യത്തെ ജനങ്ങളെ അമേരിക്കൻ പ്രസിഡന്റ് ആധികാരികമായി അറിയിക്കുന്ന ഒരു സാഹചര്യം എത്ര ഗുരുതരമായ സ്ഥിതിവിശേഷമാണെന്ന് ഓർക്കണം. ജനങ്ങൾ അറിയില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഈ രാജ്യത്തെ പാർലമെന്റ് അംഗങ്ങൾ അറിയാതെ, ഈ രാജ്യത്തിന്റെ പാർലമെന്റ് അറിയാതെ ഇവിടുത്തെ ഭരണാധികാരികൾ അമേരിക്കയുമായും ഇസ്രായേലുമായും ഒക്കെ കരാറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലുമായി ഇന്ത്യ കരാറിൽ ഏർപ്പെടുകയാണ്. ഈ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. വളരെ ഗുരുതരമായൊരു സ്ഥിതിവിശേഷമാണ്. കുറച്ചു നാളുകൾക്ക് മുമ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയോട് ആജ്ഞാപിക്കുന്നത് നമ്മൾ കാണുന്നു. ഇന്ത്യ ഇനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത്. റഷ്യ വില കുറച്ച് എണ്ണ നൽകുമ്പോൾ അത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൂടി പ്രയോജനകരമായ വിധത്തിൽ അത് വിനിയോഗിക്കാൻ കഴിയുമെന്ന് നമുക്കറിയാം. ഒരുപക്ഷെ അതിന്റെ നേട്ടമുണ്ടാക്കിയത് ഇന്ത്യയിലെ കുത്തക കമ്പനികളായിരിക്കാം. പക്ഷെ ഒരു രാജ്യം ഏത് രാജ്യത്ത് നിന്ന് ഇറക്കുമതി നടത്തണമെന്ന്, ആ രാജ്യത്തിന്റെ താല്പര്യാർത്ഥം എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ഒരു രാജ്യത്തിന് അധികാരമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് വ്യക്തമാണ്. അമേരിക്ക നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു, റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി നിർത്തി
അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങുക, അതല്ലെങ്കിൽ വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുക. എണ്ണ കൊണ്ട് സമ്പന്നമായ രാജ്യമാണ് വെനസ്വേല. എത്രയോ കാലങ്ങളായി വെനസ്വേലയെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് അമേരിക്ക അടക്കമുള്ള സാമ്രാജ്യത്വ ശക്തികൾ ആ രാജ്യത്തിനെതിരായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ആ വെനസ്വേലയുടെ പ്രസിഡന്റിനെ അമേരിക്കൻ പട്ടാളം തടവിലാക്കി അമേരിക്കയിൽ കൊണ്ട് തുറുങ്കിലടച്ചിട്ട് വെനസ്വേലയുടെ എണ്ണ കച്ചവടത്തിന്റെ കാര്യങ്ങൾ അമേരിക്ക തീരുമാനിക്കുന്ന സ്ഥിതിയിലെത്തിയിരിക്കുന്നു. ഇന്ന് എവിടെയൊക്കെ രാജ്യങ്ങളിൽ അശാന്തിയുണ്ടോ അവിടെയൊക്കെ അത് സമ്പത്തിന്റെ പേരിലാണ് എന്ന കാര്യം നമുക്കറിയാം. ഇറാഖിനെ അമേരിക്ക ആക്രമിക്കുന്നു, കുവൈറ്റിനെ ആക്രമിക്കാൻ ഇറാഖിന് ഒത്താശ ചെയ്യുന്നു. ഇന്ന് ഇറാഖിനെ ആക്രമിക്കുന്നു, വെനസ്വേലയെ ആക്രമിക്കുന്നു. എണ്ണ സമ്പന്നമായ രാജ്യങ്ങളെയെല്ലാം ഈ എണ്ണ കൊള്ളയടിക്കുന്നതിന് വേണ്ടി അമേരിക്കയുടെ സാമ്പത്തിക താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള നടപടികളാണ് എടുക്കുന്നത്. അതല്ലെങ്കിൽ രാഷ്ട്രീയ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് രാഷ്ട്രീയ താൽപര്യങ്ങൾ, സങ്കുചിതമായ അമേരിക്കൻ താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള നടപടികൾ എടുക്കുന്നു. സാമ്പത്തികവും രാഷ്ട്രീയവുമായ നേട്ടങ്ങൾക്ക് വേണ്ടി അമേരിക്കൻ സാമ്രാജ്യത്വം കൈക്കൊള്ളുന്ന ഈ ഹീനമായ നടപടികളിൽ പൊലിയുന്നത് ആയിരക്കണക്കിന് ജീവനാണ്, ലക്ഷക്കണക്കിന് ജീവനാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇറാഖിൽ ബോംബിട്ട് കൊന്നത് ഹിരോഷിമയിലും നാഗസാക്കിയിലും കൊന്നൊടുക്കിയതിനേക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങളെയാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇതാ സ്കൂളിന് മുകളിൽ ബോംബിട്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ, LP സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ നൂറുകണക്കിന് കൊന്നൊടുക്കിയിരിക്കുന്നു അമേരിക്ക ഇസ്രായേലുമായി ചേർന്ന്. അതുകൊണ്ട് ലോക സമാധാനത്തിന് ഭീഷണിയായിരിക്കുന്നു ഈ രാജ്യങ്ങൾ, അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സാമ്രാജ്യത്വ ശക്തികൾ. ഇവിടെ അടിസ്ഥാനപരമായൊരു പാഠം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മഹാനായ ലെനിൻ എത്രയോ കാലം മുമ്പേ ചൂണ്ടിക്കാണിച്ചു, യുദ്ധമുണ്ടാക്കുന്നത് സാമ്രാജ്യത്വമാണ്, സാമ്രാജ്യത്വ ശക്തികളുടെ സാമ്പത്തിക താൽപര്യമാണ്. അവർക്ക് കമ്പോളം പങ്കിട്ടെടുക്കുവാൻ വേണ്ടി, അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാൻ വേണ്ടി, അവരുടെ മൂലധനവാഴ്ച ഉറപ്പാക്കുവാൻ വേണ്ടിയാണ് അവർ രാജ്യങ്ങൾക്ക് മേൽ ആക്രമണം നടത്തുന്നത്. ഒരിക്കലൊരു വാദഗതിയുണ്ടായി, സാമ്രാജ്യത്വ ചേരിയും സോഷ്യലിസ്റ്റ് ചേരിയും നിലനിൽക്കുന്നത് കൊണ്ടാണ് യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്, ഇവരുടെ താൽപര്യ സംഘർഷമാണ് യുദ്ധത്തിലേക്ക് നയിക്കുന്നത് എന്ന ഒരു വാദഗതി ഉണ്ടായിരുന്നു. ഇന്ന് സോഷ്യലിസ്റ്റ് ചേരി ഫലത്തിൽ നിലവിലില്ല. എന്നിട്ട് എന്തേ യുദ്ധങ്ങൾ ഉണ്ടാകുന്നു? എന്തുകൊണ്ട് അന്നത്തേക്കാൾ കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു, അധിനിവേശങ്ങൾ ഉണ്ടാകുന്നു? മഹാനായ ലെനിന്റെ പാഠം നമ്മൾ ഓർക്കണം. സാമ്രാജ്യത്വം നിലനിൽക്കുവോളം അത് യുദ്ധമുണ്ടാക്കിക്കൊണ്ടിരിക്കും. കാരണം അതിന്റെ സമ്പദ്ഘടനയുടെ ആവശ്യകതയാണത്. ഇതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് സഖാവ് ശിവദാസ് ഘോഷ് ലോക ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകി, സമാധാനം നമുക്ക് യാചിച്ച് നേടാനാവില്ല. ലോകത്താക്രമണങ്ങൾ അഴിച്ചുവിടുമ്പോൾ, സാമ്രാജ്യത്വം അധിനിവേശങ്ങൾ നടത്തുമ്പോൾ, രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തെ ചവിട്ടിമെതിക്കുമ്പോൾ സമാധാനത്തിനായി യാചിച്ചുകൊണ്ട് നമുക്ക് ലോകത്ത് സമാധാനം കൈവരിക്കുവാൻ കഴിയില്ല. സഖാവ് ശിവദാസ് ഘോഷ് ചൂണ്ടിക്കാണിച്ചു, സമാധാനം സാമ്രാജ്യത്വ ശക്തികളുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ടി വരും. അദ്ദേഹം സൂചിപ്പിച്ചത്, ലോകമെമ്പാടും കരുത്തുറ്റ സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനം, സമാധാന പ്രസ്ഥാനം പടുത്തുയർത്തിക്കൊണ്ട് ലോക ജനത യുദ്ധത്തിനെതിരായി, അധിനിവേശങ്ങൾക്കെതിരായി അണിനിരക്കുമ്പോൾ മാത്രമേ സാമ്രാജ്യത്വ ശക്തികളെ യുദ്ധങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയൂ എന്ന പാഠമാണ് സഖാവ് ശിവദാസ് ഘോഷ് മുന്നോട്ട് വച്ചത്. SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യവ്യാപകമായി യുദ്ധത്തിനെതിരായ പ്രചാരണങ്ങൾ നടത്തുമ്പോൾ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം ഇതാണ്: ഈ രാജ്യത്തെ സമാധാന പ്രേമികളായ ആളുകൾ, ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളായ ആളുകൾ ലോകത്ത് മനുഷ്യ നന്മ പുലർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളും ഇന്ന് സാമ്രാജ്യത്വത്തിനെതിരായി, യുദ്ധത്തിനെതിരായി അണിനിരക്കേണ്ടിയിരിക്കുന്നു. അത്തരമൊരു സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്.
ഇറാന് ശേഷം നമുക്കറിയാം ഇനി അത് റഷ്യയിലേക്കും പിന്നീട് ചൈനയിലേക്കും അതുപോലെ അമേരിക്കൻ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും സുരക്ഷയ്ക്ക് ഭീഷണിയായി അത് വളർന്നു വരുമെന്ന കാര്യം ഉറപ്പാണ്. പടിപടിയായി ഒന്നൊന്നായി അമേരിക്കൻ സാമ്രാജ്യത്വം കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സ്വന്തം നിലനിൽപ്പ് പോലും അപകടത്തിലായിരിക്കുന്ന ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ രാജ്യത്തെ ജനങ്ങൾ ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സമാധാന ചേരിയിൽ അണിനിരക്കുവാൻ ശക്തമായ സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനം, യുദ്ധവിരുദ്ധ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുവാൻ മുന്നോട്ട് വരിക മാത്രമേ ഇതിന് പോംവഴിയുള്ളൂ എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അഭിവാദനം.